പ്രതിപക്ഷ കക്ഷി മണ്ഡലത്തിൽ നിന്ന് ഭരണകക്ഷി മണ്ഡലമായി മാറും കൊണ്ടോട്ടി എന്ന് പറയുകയാണ് അവിടുത്തെ UDF സ്ഥാനാർത്ഥി TP അഷ്റഫ് അലി. കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്ന ഭൂരിപക്ഷം ഇത്തവണ ലഭിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം. എന്നോടൊപ്പം ഉള്ളത് കൊണ്ടോട്ടി മണ്ഡലത്തിലെ UDFന്റെ സ്ഥാനാർത്ഥി TP അഷ്റഫ് അലിയാണ്. അങ്ങനെ സംബന്ധിച്ചിടത്തോളം കൊണ്ടോട്ടിയിലൊക്കെ നമുക്ക് വലിയ മെജോറിറ്റി ഉള്ള വലിയ പേരുള്ള മണ്ഡലമാണ്. എന്നിരിക്കെ പോലും ആളുകളെ പരമാവധി കണ്ടു വോട്ടുറപ്പിക്കുകയാണ്. എന്താണ് ഈ രണ്ടാം ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴുള്ള ആളുകളുടെ ഒരു റിയാക്ഷൻ? ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കേരളത്തിൽ UDFന്റെ സർക്കാർ വരാൻ. അത് നമ്മൾ അവരുമായി ഇന്ററാക്ട് ചെയ്യുമ്പോൾ മനസ്സിലാകും. പ്രത്യേകിച്ചും ഇടതുപക്ഷ മേഖലയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിന്നുള്ള ആളുകളുടെ പിന്തുണ വളരെ വലുതാണ്. എല്ലാ വിഭാഗം ആളുകളും ഈ സർക്കാരിനെ കൊണ്ട് മടുത്തിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് UDFന് വർദ്ധിതമായ പിന്തുണയാണ്. ജനങ്ങളത് ഞങ്ങളോട് കൈപിടിച്ചും അവരുടെ ഉറപ്പ് നൽകിയും അവരത് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ കൊണ്ടോട്ട് ജയിക്കുമെന്ന് മാത്രമല്ല, കേരളത്തിലും വലിയ തരംഗം VD സതീശൻ പറഞ്ഞ നമ്പറിലേക്ക് UDF എത്തുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഫീൽഡിലുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. കരിപ്പൂർ വിമാനത്താവളം താങ്കളുടെ മണ്ഡലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനോട് ചേർന്ന മേഖലകളിൽ ആളുകൾ ചില പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ സ്ഥലം ഏറ്റെടുപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്തിരേണ്ട പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഒരു പ്രതിപക്ഷ മണ്ഡലമായതുകൊണ്ട് അത് കിട്ടാത്ത സാഹചര്യമുണ്ട്. മുൻപത്തെ MLA വലിയ പരാതികളൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്നതുമാണ്. അവർക്കൊക്കെ ഒരു ഉറപ്പ് താങ്കൾ കൊടുത്തോ? ഒരു UDF സർക്കാർ വരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് അവരോടൊക്കെ പറഞ്ഞു? ഇത് പ്രതിപക്ഷ മണ്ഡലം എന്നത് ഭരണപക്ഷ മണ്ഡലത്തിലേക്ക് മാറുകയാണെന്നുള്ളതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്, വികസനം എന്ന് പറയുന്നിടത്ത് സാധാരണക്കാരായ മനുഷ്യരെ പെരുവയിലേക്ക് ഒഴുക്കി വിട്ടുകൊണ്ടുള്ള വികസനത്തെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല. ജനങ്ങളെ കൂടെ ഇരുത്തി അവരുമായി സംസാരിച്ച് അവരുടെ സ്ഥലം ഏറ്റെടുക്കുകയാണെങ്കിൽ പോലും അതിന് റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റിൽ അവർക്ക് കൃത്യമായി റെമ്യൂണറേഷൻ കൊടുത്ത്, ഇപ്പോൾ UPA സർക്കാർ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ കൃത്യമായ പാക്കേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പാക്കേജ് വഴിയാണ് കൊച്ചി മെട്രോ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾക്ക് സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത്. ഇവിടുത്തെ ജനങ്ങൾ ഭൂമി നൽകാൻ തയ്യാറായ ആളുകൾക്ക് അതിനനുസരിച്ച് കൃത്യമായ വില നിശ്ചയിച്ച് അവരെ പൂർണ്ണമായും പുനരധിവസിപ്പിച്ചുകൊണ്ടുള്ള ഒരു വികസനമുള്ളതാണ്. അഷ്റഫ് അലി പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നിയത്, ഒരു പ്രതിപക്ഷ മണ്ഡലത്തിൽ നിന്ന് ഇതൊരു ഭരണപക്ഷ മണ്ഡലമാകാൻ പോവുകയാണ് എന്നുള്ളതാണ് അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം കഴിഞ്ഞ ടേമിൽ ഈ പ്രതിപക്ഷ മണ്ഡലങ്ങൾക്കൊക്കെ അനുവദിച്ചിട്ടുള്ള തുക അത് വളരെ കുറവായിരുന്നു എന്നുള്ള പരാതി പല MLA-മാരും ഉന്നയിക്കുന്ന നമ്മൾ കണ്ടു. നിയമസഭയിൽ MK മുനീർ വളരെ വികാരാധീനനായി തനിക്കൊന്നും കിട്ടിയില്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മൾ കണ്ടു. ഇപ്പൊ എന്തായാലും വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നൽകിക്കൊണ്ട് ആളുകളെ കണ്ട് വോട്ടുറപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് സ്ഥാനാർത്ഥികൾ. അപ്പോൾ നമ്മളും വിവിധ സ്ഥാനാർത്ഥികളെ കണ്ടുള്ള നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം നിഖിൽ പ്രമേഷ്, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.